അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഭീഷണികളുമായി നേതാക്കൾ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 മാസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ പ്രശ്നത്തിൽ നടത്തിയ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു. ലൈംഗിക ആരോപണ വിധേയരായ സ്വന്തം സഹപ്രവർത്തകരെ ഇതുപോലെ സംരക്ഷിച്ച മറ്റൊരു നേതാവ് രാജ്യത്ത് തന്നെ വേറെ കാണില്ല എന്നായിരുന്നു പിണറായി വിജയനുള്ള VD സതീശന്റെ മറുപടി. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞ ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതി വേണ്ട പോലെ ഏശാതെ പോയതും കരുതിയിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയ CPIM-നെതിരെ ഒന്നും വരാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും. നേതാക്കൾക്കെതിരെ ഉയരുന്ന ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയത്തിന്റെ വിലയും നിലയും കൈമോശം വരുത്തിയെങ്കിൽ പരസ്പരമുള്ള കണക്കെടുപ്പിൽ ആ മാന്യത കളയുന്നത് ആരാണ്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് CPM നേതാവ് ശ്രീ നിതിൻ കണിച്ചേരി, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, BJP-യുടെ ശ്രീ യുവരാജ് ഗോകുൽ എന്നിവരാണ്. ശ്രീ നിതിൻ കണിച്ചേരി, മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ സ്പർശിച്ച് നടത്തിയ പരാമർശങ്ങളുടെ ഭാഗം, അവിടെ അദ്ദേഹം പ്രധാന പ്രതിയായി അല്ലെങ്കിൽ പ്രധാനമായും ഈ കേസിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നു, 2 ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾ പിണറായിക്കൊപ്പം ഇരുന്ന് കൈപ്പൊക്കുന്ന ഒരു MLA ആണ്. ലൈംഗിക അപവാദം നേരിട്ട ആളാണ് മന്ത്രിസഭയിൽ കൂടെയിരിക്കുന്നത്. ആരോപണ വിധേയരായ പലരും CPIM-ലെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്? എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന CPM നേതാവ് നൽകിയ പരാതിയിൽ ആരോപണ വിധേയനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു. പരാതി നൽകിയ ആളെ ഒതുക്കി. അപ്പോൾ ഒരു വിരൽ എനിക്കെതിരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകൾ സ്വയം തനിക്കെതിരെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയണമെന്നും കണ്ണാടി നോക്കിയാൽ മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുമാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് PD സതീശൻ നൽകിയ മറുപടിയിൽ അവാസ്തവികമായി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇന്നലെ വലിയ ഒരു ബോംബ് കേരളത്തിൽ പൊട്ടിക്കാൻ പോകുന്നുവെന്നും ആ ബോംബ് പൊട്ടുമ്പോൾ കേരളമാകെ ഞെട്ടും എന്നുമൊക്കെ പറഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ജാള്യതയിൽ നിന്നും കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ മലീമസമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥം കൈകാലിട്ടടിക്കുന്നത് പോലെയുള്ള അവതരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ സമൂഹത്തിനകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഒരു യുവ MLA-ക്കെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ കേരളത്തിൽ ഒരു നിലയിലും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഏതെങ്കിലും നിലയിലുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേരളം ചർച്ച ചെയ്തതുപോലെയുള്ള ഏതെങ്കിലും ഒരു സംഭവവുമായി അതിനെ സാമ്യപ്പെടുത്തുന്നതിന് പോലും സാധിക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിനകത്ത് നിന്ന് പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കോൺഗ്രസ്സിലെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കോൺഗ്രസ്സിലെ തന്നെ എത്രയോ വനിതാ നേതാക്കൾ, വനിതാ MLA-മാർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, ഇവരെല്ലാം ഈ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസിൻ്റെ നേതാക്കളും എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി പറഞ്ഞു.
കോൺഗ്രസിന് ആവശ്യമില്ലാത്ത, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത, കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെയാണോ പാലക്കാട്ടെ ജനങ്ങളുടെ മുകളിൽ കോൺഗ്രസ് അടിച്ചേൽപ്പിക്കുന്നത്? ഇദ്ദേഹം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായി വന്നത് എന്നും ജയിച്ചത് എന്നും ഒക്കെ കേരളം ഇതിനോട് മുമ്പ് തന്നെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങളിൽ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ന് നോക്കി. ഇന്നലെ എനിക്ക് ഒരു ഭാഗം കണിച്ചേരി, അതായത് പ്രതിപക്ഷ നേതാവ് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറയാനിടയായ സാഹചര്യം എന്താണ്? എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നത്, ഇതേപോലെ ആരോപണ വിധേയരായ ആളുകൾ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലും മന്ത്രിസഭയിലും മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുന്നവരൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റം പറയാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, നമ്മൾ അറിഞ്ഞൊരു വിവരം, MLA സ്ഥാനം ഒഴിയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെട്ടവരിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നയാൾ VD സതീശനാണ് എന്നായിരുന്നു. പിന്നീട് പാർട്ടി മറിച്ച് തീരുമാനമെടുത്തെങ്കിലും. അപ്പോൾ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന, ഇവരെല്ലാം സംരക്ഷിക്കുന്ന ആൾ പ്രതിപക്ഷ നേതാവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് കേരളത്തിനകത്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളിലെല്ലാം ആ ആരോപണങ്ങൾ നിഷേധിക്കാനെങ്കിലും ആരോപണ വിധേയരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോപണം ഒന്ന് നിഷേധിക്കാനെങ്കിലും ആ ആരോപണം, ഇതുവരെ തനിക്കെതിരായി ഉയർന്ന ആരോപണത്തെ ഒന്ന് നിഷേധിക്കാൻ പോലും കഴിയാത്തയാളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ MLA ആയി നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ഒരുപാട് ആരോപണങ്ങളെക്കുറിച്ച് VD സതീശനിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, താങ്കളും ഇവിടെ പറഞ്ഞു. ഇങ്ങനെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പും വെച്ചിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ആ ആരോപണങ്ങളുടെ എല്ലാം യഥാർത്ഥ വസ്തുത പിന്നീട് കേരളം മനസ്സിലാക്കിയതല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നതിനോ നടപടികൾ ഉണ്ടാക്കുന്നതിനോ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് രാഷ്ട്രീയ എതിരാളികൾ കൊണ്ടുവന്ന ആരോപണമല്ല. കേരള സമൂഹത്തിനകത്ത് ഉയർന്നു വന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ MLAക്ക് ഇത് നിഷേധിക്കാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നു രാജിവെപ്പിക്കാൻ മുൻപന്തിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് രാജിവെക്കാത്തത്? എന്താണ് രാജിവെക്കാനുള്ള തടസ്സം? എന്താണ് ഈ കേരളത്തിനകത്ത്? അപ്പോൾ ഈ MLAയെ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള കാരണം എന്താ? കേരളത്തിനകത്ത് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു കോക്കസ് രാഷ്ട്രീയമുണ്ട്. ആ കോക്കസ് രാഷ്ട്രീയത്തിൻ്റെ ചില, അല്ലെങ്കിൽ പുറത്തു വരാനിടയുള്ള കഥകളെല്ലാം ഇവരെയെല്ലാം പരസ്പരം അലോസരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏതവസ്ഥയിലും ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ആ നിലവാര തകർച്ച, അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കളഞ്ഞതാര് എന്നുള്ളതാണല്ലോ നമ്മുടെ ടൈറ്റിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് അവതരിപ്പിക്കുന്ന പോലെയാണോ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ആരും എന്നോട് കളിക്കണ്ട, ആരും കളിക്കണ്ട. ഇതിനൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന, മുഖ്യമന്ത്രിയും ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എൻ്റെ കയ്യിലും ചില കാര്യങ്ങളുണ്ട്, മുഖ്യമന്ത്രിയുടെ കയ്യിലും ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി നിലയിൽ ഇപ്പോൾ ഞാനത് പുറത്തുവിടുന്നില്ല എന്നാണ്. അത് VD സതീശൻ പറഞ്ഞ ഭാഷയുടെ മറുവശമായിരുന്നില്ലേ? അല്ല, അതാണല്ലോ പറഞ്ഞത്. ഇത് ആരാണ് കേരളത്തിൽ തുടങ്ങി വയ്ക്കുന്ന? ആരാ? VD സതീശൻ ഇന്നലെ കേരളത്തിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ധ്വനി എന്താണ്? നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു VD സതീശനെങ്കിൽ ഇങ്ങനെയാണോ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് കയ്യിലുള്ള ഏതെങ്കിലും കാര്യം അത് അദ്ദേഹത്തിന് പറയാമായിരുന്നു. എൻ്റെ കയ്യിൽ ചില വസ്തുതകൾ ലഭിച്ചിട്ടുണ്ട്, അത് വസ്തുതകളാണോ എന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വസ്തുതകളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാനത് സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കും, അത് കേരള സമൂഹത്തിൽ ഒരു പക്ഷേ ഞെട്ടലുണ്ടാക്കാം. ഇതല്ലേ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പറയേണ്ടിയിരുന്നത്? അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? ഏതാണ്ടൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്, ഒരു ബ്ലാക്ക് മെയിൽകാരൻ്റെ മനോനിലയോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോ കേരളത്തിൽ അദ്ദേഹത്തിൽ നിന്നും കോൺഗ്രസ്. ശ്രീ റിജിൽ മാക്കുറ്റി, കേരളത്തെ നടുക്കുന്ന ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്ന ഇന്ന് ആളുകളൊക്കെ തന്നെ നിരാശരായിട്ടുണ്ട്. അതുണ്ടായിട്ടില്ല. പിന്നെ ഒന്ന്, BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ വന്നതാണെങ്കിൽ നേരത്തെ വന്ന കേസാണെന്നും കോടതി തീർപ്പാക്കിയതാണെന്നും ഇപ്പൊ തേങ്ങ ഉടക്കിമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉടച്ചില്ല എന്നുമുള്ള BJPയുടെ പ്രതികരണവും കണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്
ഈ BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ വരുന്ന വിവരങ്ങളല്ല, മറ്റു ചില കാര്യങ്ങൾ ബോംബായി പൊട്ടാനുണ്ട് എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ ഒക്കെ പ്രതികരണം വന്നത്. ഒന്നും ഇതുവരെ പൊട്ടിക്കണ്ടില്ല. അപ്പോൾ ഇത് ഒരു നനഞ്ഞ പടക്കമായിരുന്നോ, വെറുതെ ഒന്ന് വിരട്ടി നിർത്താം, ഭീഷണിപ്പെടുത്തി നിർത്താം എന്നാണോ VD സതീശൻ കരുതിയിരുന്നത്? രണ്ടാമത്തെ കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു പ്രതിപക്ഷ നേതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ പദവിയിൽ, ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് യോജിച്ച തരത്തിൽ VD സതീശൻ പെരുമാറുന്നില്ല. അദ്ദേഹം നിലവിട്ട രീതിയിൽ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം, ഇതൊക്കെ തന്നെ ആ നിലയിൽ പോകുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ മാന്യത കളഞ്ഞുകുടിച്ച ഒന്നായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഭവം. അതുകൊണ്ട് പരാതിക്കാരുണ്ടെങ്കിൽ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, സർക്കാർ പൂർണ്ണ സംരക്ഷണം നൽകുമെന്നാണ്. പ്രതിപക്ഷ നേതാവ് എന്താണോ പറഞ്ഞത് അതിനുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല എന്നാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസെടുത്തിട്ടുമുണ്ട്. ശ്രീ ഗോപി, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയത്തിനകത്ത് നിലവിൽ ആരെങ്കിലും ഒരു പരാതി കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ കോടതിയിലോ പോലീസിൻ്റെ മുൻപിലോ ഇല്ല. പക്ഷേ ഏതായാലും അത്തരമൊരു ആരോപണം വന്നപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എന്ന നിലയിൽ പാർട്ടി എടുക്കാൻ പറ്റുന്ന ഏറ്റവും സുത്യർഹമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങളെടുത്ത നിലപാട് ക്ലിയറാണ്. അത്തരമൊരു നിലപാടെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായി, പ്രത്യേകിച്ച് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VD സതീശനെതിരായി, ശ്രീ ഷാഫി പറമ്പിൽ MPക്കെതിരായി വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഇവരൊക്കെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി എന്ന നിലയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പാർട്ടിയുടെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് റിജിൽ, പാർട്ടി തലത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, ഒരു പരാതിയുമില്ല, ആരും എവിടെയും കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നതാണല്ലോ KPCC അധ്യക്ഷൻ പറയുന്ന ന്യായം. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്? എന്തിനാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത്? ഏറ്റവും മിനിമം ഇത്രയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് പാർട്ടിക്കകത്തൊരു സമിതിയെ വെച്ച് എന്താണെന്ന് പരിശോധിക്കാനുള്ള പ്രാഥമികമായ മര്യാദ പോലും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ അവരുടെ ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ നിലനിർത്തുന്നതിന് എന്ത് ധാർമ്മികതയും യുക്തിയുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത്? അല്ല ഗോപി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പാർട്ടി എന്ന നിലയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാട്, പാർട്ടി പരിശോധിക്കാതെ ഒരാളെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് പാർട്ടിയുടെ ഒരു MLA എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണല്ലോ അത്തരം നടപടി എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഞാൻ തടസ്സപ്പെടുത്തുന്നത് താങ്കൾ ക്ഷമിക്കണം. ഇതുവരെ പാർട്ടിയിലെ ഒരു നേതാവും രാഹുൽ മാങ്കൂട്ടത്തിന് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ കൃത്യമായ രൂപത്തിൽ ഒരു പരാതി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലോ അല്ലെ കോടതിയുടെ മുമ്പിലോ പോലീസിൻ്റെ മുമ്പിൽ ഇല്ല. പക്ഷേ ഇത്തരം വാർത്തകൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ് എടുത്തത്. ഇപ്പം ഞങ്ങൾ എടുത്തൊരു തീരുമാനം, ഞങ്ങളെടുത്ത നിലപാട്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഞങ്ങളുടെ ഒരു ക്രൗഡ് പുള്ളറായ നേതാവാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിനെതിരായി ഈ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ, രാഹുലിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ നിന്നിട്ടുണ്ടോ? രാഹുലിന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ നിന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും നിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പറ്റുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിനും കൃത്യമായി ബോധ്യമുണ്ട്. ആ ബോധ്യമില്ലാത്ത ആളുകളാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ തന്നെ പറയുന്നു രാഹുലിനെതിരെ ഒരു പരാതിയുമില്ല, നിങ്ങൾ തന്നെ പറയുന്നു ഒരു കേസും എവിടെ ഇല്ലാന്ന്. റിനി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നു, ഞാൻ 3.5 വർഷം മുൻപ് ഈ കാര്യം പിതൃവാത്സല്യത്തോടുകൂടി ഞാൻ കാണുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അദ്ദേഹം പറയുന്നു, ഒരു മകളെപ്പോലെ കാര്യങ്ങൾ കണ്ട് ഞാൻ അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുസമൂഹം അറിയാത്ത പലതരത്തിലുള്ള ഇത്തരം പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങൾ സംബന്ധിച്ച് പല നേതാക്കളോടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിൽ MPക്ക് വരെ അറിയാവുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പരാതിയായി സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ അതിലൊരു പരിശോധന നടത്തിയിട്ടില്ല, നേതൃത്വം അതിനെ ഗൗരവമായി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു കേസുമില്ല എന്നാണ്. ഇപ്പം പിന്നെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുണ്ട്. സ്ത്രീകളെ
പിന്തുടർന്ന് ശല്യം ചെയ്യൽ, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വകുപ്പുകളിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസും എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ, പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സംരക്ഷണവും നൽകും, ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. ഇനി റിജിൽ, ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബോംബെന്നല്ല, അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഞെട്ടിക്കുന്നൊരു വാർത്ത വരുമെന്നാണ്. ഭീഷണിയുടെ സ്വരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് യോജിച്ച തരത്തിലാണോ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്? കോൺഗ്രസ് ആ കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടോ? അല്ല ശ്രീ ഗോപി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരം ഒരു വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂടെ തെറ്റുകാരനല്ല കുറ്റക്കാരനോ കോടതിയാണ്, പോലീസാണ്, തീരുമാനിക്കട്ടെ, അത് ഞങ്ങൾ വിട്ടു. പക്ഷേ ആദ്യ വിഷയത്തിനകത്ത് എടുത്ത നിലപാടിനെതിരെ ഈ പറയുന്ന ആളുകൾ ആരാ? ഞങ്ങൾക്കെതിരായി ഈ രൂപത്തിലുള്ള പ്രചാരണം നടത്തുമ്പോൾ ഇവരുടെയൊക്കെ ആളുകൾ ഇടത്തും വലതും മുമ്പിലും പുറകിൽ നിൽക്കുന്നവരാരാണ്? ഈ പറയുന്ന മഹാമാന്യന്മാരായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ഒരുപാട് അലിഗേഷൻ ഉണ്ടായിട്ടില്ലേ? പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി അയാൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നത്? എങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി ഇത് നിൽക്കുന്നത്? അയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണ്? കുറ്റവുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന കാര്യത്തിൽ അതിലൊരു പരിശോധന നടന്നു, പോലീസ് FIR ഇട്ടു, പരിശോധന നടന്നു, അത് കോടതി കുറ്റവിമുക്തനാക്കി. അന്ന് ഇറങ്ങിയ കേസിൽ ഈ ഒരു കംപ്ലൈന്റ്, ഈ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് വരികയും അത് അന്വേഷിക്കുകയും അതിനകത്ത് വസ്തുതകളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്ത കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് പി ശശിയെ പാർട്ടി എന്ന നിലപാട് സ്വീകരിച്ചത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? പക്ഷേ നിങ്ങൾ ആ സമയത്ത് പുറത്താക്കുകയും ആ പരാതി ഉന്നയിച്ചിട്ടുള്ള തളിപ്പറമ്പിലെ CKP പത്മനാഭൻ എന്ന് പറയുന്ന CPM നേതാവ് MLA-യും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹത്തിൻ്റെ കൂടെയാണോ പാർട്ടി നിന്നത്? ആ മനുഷ്യൻ ഇപ്പോൾ വളരെ വേദനയോടുകൂടി കഴിഞ്ഞ 1-2 മാസം മുമ്പ് ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിച്ചില്ലേ? CKP പത്മനാഭൻ എന്ന് പറയുന്ന ഏറ്റവും മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഏറ്റവും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ആ മനുഷ്യൻ പി ശശിക്കെതിരായി പരാതി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീട്ടിലിരുത്തി എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. എന്താ കാരണം? ആ പരാതിക്കാരനായ കേസിനെ കുറിച്ച് പറഞ്ഞു. ആ കേസിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, ആ കേസിൽ കോടതിയുടെ തീർപ്പുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, അത്തരം ഒരാളെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ രാഹുൽ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ രാഹുലിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നിന്നിട്ടില്ലല്ലോ. അല്ല, ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ രാഹുലിനെതിരെ ഞാൻ ചോദിക്കുന്നത് ഇത്രയുമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധാരാളം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. പരാതികളായിട്ടില്ല, ഔദ്യോഗികമായ പരാതികളായിട്ടില്ല. താങ്കളുടെ വാദം ശരി. പക്ഷേ നമുക്കറിയാലോ, സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പുറത്തു വന്നിട്ടുള്ള ചാറ്റുകൾ, ഈ സംഭാഷണ ശകലങ്ങൾ, ഞാൻ അതൊന്നും ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതേസമയം ഇങ്ങനെ ഇത് ഒരു പ്രിഡേറ്ററെ പോലെ രാഹുൽ പെരുമാറി ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുന്ന തരത്തിൽ കുറേ വിവരങ്ങൾ പുറത്തു വന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ നടപടി സ്വീകരിച്ചു. എന്ത് നടപടി? സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി. അതേസമയം തന്നെ നിങ്ങൾ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇനി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണം. ശരി, അതൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഈ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണമെന്ന് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഭരണകക്ഷി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നെഗളിക്കേണ്ട, നിങ്ങൾക്കെതിരെയും ചില കാര്യങ്ങൾ വരാനുണ്ട്. 2 ദിവസത്തിനകം കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്നാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്, രാഷ്ട്രീയ മാന്യത കളഞ്ഞുകുളിച്ച ഒരു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച തരത്തിൽ പ്രതികരിച്ചോ എന്ന്. അദ്ദേഹം ചോദിക്കുന്നത് എന്ത് വരാനാണ്, എന്ത് കൊണ്ടുവരാനാണ്? ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ വന്നിട്ടുള്ള കേസാണെങ്കിൽ മുൻപ് വന്നിട്ടുള്ളതാണ്. CPM-നെതിരെ എന്ത് പൊട്ടിക്കാനാണ് ഈ പ്രതിപക്ഷ നേതാവ് കരുതി വച്ചിരിക്കുന്നത്? എന്താണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കുന്നതാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്,
പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയത്തിനകത്ത് ഒരു ക്ലിയറായ നിലപാടെടുത്ത ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും ആ മുന്നണി നേതാക്കന്മാർക്കുമെതിരായി ഈ രൂപത്തിൽ പ്രതിഷേധം നടത്തുന്നു. ഞാൻ ചോദിക്കുന്നു, ഷാഫി പറമ്പിലിനെ ഇന്ന് വടകര DYFIക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, തടയാൻ ശ്രമിച്ചു. എന്തേ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ മുകേഷ് എന്ന് പറയുന്ന MLA അവിടെ ഇരിക്കുന്നില്ലേ? അയാളുടെ പേരിലും ഇതേ കുറ്റമില്ലേ? കടകംപള്ളി സുരേന്ദ്രനെതിരായി അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഇത് നമ്മുടെ നാട്ടിലെമ്പാടും എല്ലാ സ്ഥലത്തും പ്രചരിക്കുന്നില്ലേ? അയാൾ സംരക്ഷിച്ചില്ലേ? നിങ്ങൾ പ്രതിഷേധിക്കണം, നിങ്ങൾ സമരത്തിനിറങ്ങണം. ജനാധിപത്യപരമായി നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അപ്പോൾ അതല്ല, നിങ്ങളുടെ കയ്യിലും കുറെ സംഭവങ്ങളുണ്ട്, ഞങ്ങൾ നാളെ അത് പുറത്തുവിടാം എന്ന് പറയുകയല്ലോ ചെയ്യുക. അല്ല, ഈ പറയുന്ന മാന്യന്മാരായ ആളുകൾ ഈ പറയുന്ന രൂപത്തിലേക്ക് ഞങ്ങളെ വേട്ടയാടുമ്പോൾ സ്വാഭാവികമായും പല കാര്യങ്ങളും പുറത്തു വരും. നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഈ പറയുന്ന ഈ രൂപത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് വേട്ടയാടലാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പേരിൽ ഞങ്ങൾ തന്നെ നടപടിയെടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ജനപ്രതിനിധിയായി നിൽക്കാൻ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്ന് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടവർ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങുന്നത് എങ്ങനെയാണ് വേട്ടയാടലാവുന്നത്? അല്ലല്ല, എന്റെ ചോദ്യത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ പ്രതിഷേധിക്കുന്നു. പക്ഷെ ഷാഫി പറമ്പിലിനെതിരെ എന്തിനാ പ്രതിഷേധിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എന്തിനാ മാർച്ച് നടത്തുന്നത്? രാഹുലിനെ സംരക്ഷിച്ചോ? രാഹുലിനെ പാർട്ടി എന്ന നിലയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നിലപാടെടുത്തില്ലേ? അദ്ദേഹം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത്? കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഇത് BJP സംസ്ഥാന കോർ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട വാർത്ത ഞങ്ങളാണോ ഈ വാർത്ത കൊണ്ടുവന്നത്? ഞങ്ങളാണ് ഈ പരാതി കൊണ്ടുവന്നത്? ഇതും അന്തരീക്ഷത്തിൽ വരികയല്ലേ? ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഈ നടപടി പറയണം. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കാളയും കൊണ്ട് അതോ കോഴിയും കൊണ്ടൊക്കെ ഇവരെങ്ങനെയാ പോകുന്നത്? അപ്പൊ സ്വാഭാവികമായും ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കില്ലേ? ഇങ്ങോട്ട് സമരം ചെയ്യുമ്പോൾ ഇത് ഇല്ലാത്ത വിഷയത്തുമായി ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കാത്ത ഒരു വിഷയത്തിനകത്ത്, സംരക്ഷിക്കാത്ത ഒരു വിഷയത്തിനകത്ത് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരായി ഞങ്ങളുടെ നേതാക്കന്മാർ തെരുവിൽ തടയുമ്പോൾ ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണോ? ഞങ്ങൾ മൗനത്തിലേക്ക് പോകണോ? ആരാ മാന്യന്മാരുള്ളത്? ആരാ ഇത്രയും വലിയ ഹരിശ്ചന്ദ്രന്മാരുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം നോക്കാം. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ തോളോളം പോയവൻ മുട്ടോളം പോയവൻ കഥ പറയുന്ന പോലെ ഇവരെയൊക്കെ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മുൻമുലയിൽ നിർത്തി ഈ നാട്ടിൽ സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഇത് കേരള ജനങ്ങൾ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ക്രൗഡ് പുള്ളർ നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അദ്ദേഹം സംരക്ഷിക്കുന്ന നിലപാടല്ല പാർട്ടി എടുത്തത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും 3.5 വർഷം മുൻപ് തനിക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പിതൃവാത്സല്യത്തോടു കൂടി കാണുന്ന ഈ VD സതീശനോട് പറഞ്ഞപ്പോൾ അന്ന് ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നാണം കെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇനി ഇത് പുറത്തു വന്ന വിവരം അതല്ലാതെ കിടക്കുന്ന കാര്യങ്ങൾ ധാരാളം ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്തരം സ്വഭാവത്തെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിൽ പരാതികളായി പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ഉയർന്നു വരുന്ന താരമെന്ന നിലയിൽ, ഈ നിങ്ങളുടെ ഒരു ഫയർ ബ്രാൻഡ് എന്ന നിലയിൽ, ക്രൗഡ് പുള്ളർ എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കരുതി കോൺഗ്രസിന് ഇങ്ങനെ ഒരു നല്ല യുവ നേതാവ് ഉയർന്നു വരുന്നുണ്ടല്ലോ, അത് നശിപ്പിക്കേണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നു. അതല്ലേ ഇപ്പോൾ എല്ലാം കൂടി ഈ രീതിയിലായത്? ശ്രീ ഗോപി, ഒരാൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യക്തമായ പരാതിയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും പാർട്ടി മുമ്പിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പറയുന്ന പെൺകുട്ടി പറഞ്ഞ പരാതി ഉണ്ടായിട്ടുള്ളത്, ആ പരാതിയുമായി ബന്ധപ്പെട്ടും ആ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായി പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിൽ പല ആളുകൾ പറയുന്നുണ്ടാവും. ഒരു തെളിവില്ലാത്ത വിഷയത്തിനകത്ത് അങ്ങനെ കയറി പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ പാർട്ടിയും അതോടൊപ്പം തന്നെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയല്ലേ? അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ? രാഹുലിനെ സംരക്ഷിച്ചു എന്നെങ്കിൽ പറയാം നിങ്ങൾക്ക് സമരം ചെയ്യാം. രാഹുൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നെങ്കിൽ നിങ്ങൾക്ക്
നമുക്ക് ഈ രൂപത്തിലുള്ള പോരാട്ട നാടകങ്ങൾ കാണിക്കാം. ഇതൊക്കെ എടുത്തിട്ട് പോലും ഈ നാട്ടിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഡസൻ കോഴി ഫാം നടത്തുന്ന ഒരു പാർട്ടിയും സംവിധാനവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർ വന്നിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് ചില ആളുകൾക്കെതിരായി ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടക്കുക. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, മാധ്യമങ്ങൾ തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പോകുന്ന വഴിയിൽ നിങ്ങൾ പോകുന്നുണ്ടല്ലോ, നിങ്ങളുടെ മൈക്കുമായി പോകുന്നുണ്ടല്ലോ, നിങ്ങൾ മുഖ്യമന്ത്രി 5-6 മാസമായി എന്തെല്ലാം വിഷയം ഉണ്ടായി പ്രതികരിച്ചോ? നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ, വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കാൻ നിങ്ങൾക്ക് തൻ്റെടുണ്ടോ? നിങ്ങൾക്ക് നട്ടലുണ്ടോ മാധ്യമങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന കേട്ട് തിരിച്ചു പോകുന്നല്ലാതെ ധൈര്യം ഉണ്ടെങ്കിലുണ്ടോ? മുഖ്യമന്ത്രിയുടെ എന്ത് ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിക്കാത്തത്? നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് UDF നേതാക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യം പോലെ നിങ്ങൾ ചോദിക്കാൻ ധൈര്യമൊന്നും മാധ്യമങ്ങൾക്കില്ല. അതിനനുസരിച്ച് ഉത്തരം പറയൂ എന്ന് കേട്ടാൽ അതിനകത്ത് പിന്നെയും ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ 2 ചോദ്യങ്ങൾ നോക്കൂ. മാധ്യമങ്ങൾ എന്തിനു പേടിക്കണം? കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് നേരെ വന്നെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം തരത്തിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ആ രൂപത്തിലുള്ള ഏതെങ്കിലും പ്രതികരണത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? സുരേഷുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളോടും ഒരു ചോദ്യം ചോദിക്കാൻ ആരും ഭയപ്പെടേണ്ട കാര്യവുമില്ല. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നതുമല്ല കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും. പിന്നെ താങ്കൾ പറയുന്ന പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചോ അല്ലെങ്കിൽ പിന്നെ മാറ്റി നിർത്തി ചോദിച്ചോ എന്നുള്ളതല്ല. ചോദിക്കാൻ അവസരം കിട്ടുന്ന സമയങ്ങളിൽ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചു. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ രാഷ്ട്രീയ മാന്യത കളഞ്ഞു കുറിച്ചത് ആരാണ്? ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പോയിട്ട് വരട്ടെ റിജിൽ. അല്ല ഗോപി, ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടുള്ള മറുപടി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ നിലപാടെടുത്തതിന് ശേഷവും വീണ്ടും അത് സ്പീഡി സതീശൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരായി ഇവിടെയുള്ള പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്? കേരളത്തെ നടുക്കുന്ന വാർത്ത വരാൻ പോകുന്നു, CPM-കാരോട് നിങ്ങൾ അഹങ്കരിക്കേണ്ട. ഇത് മാധ്യമങ്ങൾ പറഞ്ഞതല്ലോ, വി.ഡി. സതീശൻ പറഞ്ഞതല്ലേ? അദ്ദേഹമല്ലേ പറഞ്ഞത് ഈ എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന കാളെ നിങ്ങൾ കരുതി വെച്ചോളൂ, അത് BJP-യുടെ ഓഫീസിൽ കൊണ്ടുപോയി കെട്ടാം, നാളെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഈ കാളയുമായി മാർച്ച് നടത്താം. വി.ഡി. സതീശനല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇന്നിപ്പോൾ ഈ വാർത്ത വരുമ്പോൾ ഇതൊരു പഴയ വാർത്തയാണ് കൃഷ്ണകുമാറിനെതിരെ എന്ന് പറയുമ്പോൾ K. മുരളീധരൻ പറയുന്നു ഇതല്ല, വരാനിരിക്കുന്ന വാർത്ത വേറെ ഒന്നാണ്. എന്നാൽ അത് വരട്ടെ. കേരളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എന്താണ്? വി.ഡി. സതീശനാണെങ്കിലും CPM നേതാക്കളാണെങ്കിലും BJP ആണെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ വാർത്തയായി കാണും, ആ വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരും, ജനങ്ങളെ അറിയിക്കും. അതല്ലാതെ വേറെ എന്താണ്? ഞാനൊരു 8 മിനിറ്റ് റിജിൽ ഞാൻ വരാം. ശ്രീ യുവരാജ് ഗോകുലിലേക്ക് 1/2 മണിക്കൂറായിട്ട് എനിക്കൊരു ചോദ്യമായി പോകാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ യുവരാജ് ഗോകുൽ, BJP മറുപടി പറയേണ്ട ഒരു വിഷയം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ചാണ്. അതിന് BJP മറുപടി പറയണം എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. തീർന്നിട്ടില്ല, വരാനിരിക്കുന്നുണ്ട് ഇനിയും യഥാർത്ഥത്തിലുള്ള ബോംബ് എന്ന് ഇന്ന് K. മുരളീധരൻ പറഞ്ഞു. BJP കരുതിയിരിക്കുകയാണോ? അല്ല ഗോപികൃഷ്ണൻ, ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യർ അവരുടെ കൂട്ടത്തിൽ എത്തിയതിന് ശേഷം വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം താഴ്ന്ന് ഏതാണ്ട് സന്ദീപ് വാര്യരുടെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് BJP-യിലെ പർട്ടിക്കുലർലി പാലക്കാട് ജില്ലയിലെ കൃഷ്ണകുമാറുമായിട്ടും പ്രശാന്തുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സെറ്റിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ സ്കോർ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഈ പറയുന്ന സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പോലും അദ്ദേഹം പെട്ടെന്ന് കളത്തിലേക്ക് ചാടി ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹം നിലവിലുള്ള പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിനെ ധാർമ്മികമായി നേരിടുക എന്നുള്ളതിന് പകരം ആ സ്ത്രീകളുടെ പരാതികളെ മുതലെടുക്കുക, അവരുടെ കണ്ണീരിനെ മുതലെടുത്തുകൊണ്ട് തൻ്റെ രാഷ്ട്രീയമായിട്ട് തനിക്ക് വൈരാഗ്യമുള്ളവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള നിലയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ വാക്കും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങുന്ന തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അതമ്പതിച്ചിരിക്കുകയാണ്. നോക്കൂ, ഒരു സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. 2022 മുതൽ അദ്ദേഹത്തിന് പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഒന്നിലധികം സ്ത്രീകൾ നിരനിര ഓരോ ദിവസം ഒന്ന് എന്നുള്ള നിലയിൽ പുറത്തേക്ക് പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിന് അവധാനതയോടുകൂടി നേരിടുക എന്നുള്ളതിന് പകരം അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഏതൊരു സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ടല്ലോ, എൻ്റെ ഡേഡി ഇതറിഞ്ഞാലുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ഭാഗ്യഭാഷകളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്കെതിരെയല്ല ഞാൻ ആരോപണം കൊണ്ടുവരും. നോക്കൂ, ഒരു സ്ത്രീ പീഡന വിഷയത്തിനെ നേരിടേണ്ടുന്നത് ആ വിഷയത്തിനകത്ത് ക്ലാരിറ്റി കൊടുത്തുകൊണ്ടും ആ വിഷയത്തിനകത്ത് അവധാനതയോടുകൂടി ആ വിഷയത്തെ പരിഹരിച്ചുമൊക്കെയാണ് ആ വിഷയത്തെ നേരിടേണ്ടത്. നിങ്ങൾക്കെതിരെയല്ല ഞാൻ ആരോപണം കൊണ്ടുവരും എന്നുള്ള തലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിഭയങ്കരമായി പൊട്ടിത്തെറിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ഇന്ന് VD സതീശൻ ചോദിച്ചു. എന്താ മറുപടി? തീർച്ചയായിട്ടും. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുൽ ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണത്തിനെ നേരിടാനുള്ള ഗട്സ് തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് പറഞ്ഞു, ഞാനൊരു മെഗാ സീരിയൽ പോലെ ഒന്നൊന്നായിട്ട് വിഷയങ്ങളിൽ മറുപടി പറയാനൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഓരോ വിഷയവുമായി സെറ്റിൽ ചെയ്തിട്ട് പിന്നീട് ആ വിഷയം മാത്രം പുറത്ത് വന്ന് മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് സമയമെടുത്ത് വിഷയം സെറ്റിൽ ചെയ്യാന്നുള്ള BJP സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കൃഷ്ണകുമാറിന് നേരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മീഡിയ അഡ്രസ് ചെയ്യാൻ വന്നിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിനകത്ത് ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല. അദ്ദേഹത്തിന് മടിയിൽ കനവുമില്ല. അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു രാജീവ് ചന്ദ്രശേഖറും വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇറങ്ങി വന്ന് നിന്നിട്ട് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അറിയാം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെയെങ്കിലുമൊക്കെ പിറകിൽ പോയി നിന്ന് സംരക്ഷണം തേടേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് VD സതീശൻ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ള ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി തൻ്റെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ എല്ലാം പുറകിൽ പോയി നിന്ന് മറുപടി പറയേണ്ടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് കേരളത്തിലുള്ള BJPയുടെ മുഴുവൻ പ്രവർത്തകർക്ക് നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അത് ഇന്ന് വരെയും BJPക്കുള്ള ഏതെങ്കിലും ഇന്നലെ വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇന്ന് കോൺഗ്രസിനൊപ്പമുള്ള സന്ദീപ് വാര്യർ ആണല്ലോ ഇതൊന്നുമല്ല അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഈ വിഷയം ഉന്നയിക്കുകയും അത് നേതാക്കളുടെ മുന്നിലേക്ക് എത്തുകയും അതിൽ നടപടി കൈക്കൊള്ളുമെന്ന് ഉറപ്പ് നൽകുകയും അങ്ങനെ അതിനകത്ത് പിന്നെ ഒരു സെറ്റിൽമെന്റ് നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരാളല്ല, BJPക്ക് ഒപ്പം ഉണ്ടായിരുന്ന പാലക്കാട്ട് അവിടുത്തെ BJPയുടെ രാഷ്ട്രീയ രസതന്ത്രം അറിയുന്ന ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത്, സന്ദീപ് വാര്യർ. അത് തന്നെയാണ് ഗോപികൃഷ്ണൻ ഇതിനകത്തുള്ള പ്രശ്നം. സന്ദീപ് വാര്യർ എന്തിനാ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം പാർട്ടി വിട്ട ദിവസം മുതൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന ആർക്ക് നേരെയാണ്? കൃഷ്ണകുമാറിന് നേരെയാണ്. ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 8 മാസമാവുന്നല്ലോ അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഈ 8 മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന കൃഷ്ണകുമാറിനെ ആവട്ടെ പ്രശാന്ത് ശിവനെ ആവട്ടെ ഏതെല്ലാം തലത്തിൽ തേജോവധം ചെയ്യാമോ അതെല്ലാം തലത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിട്ടും ഇങ്ങനൊരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിന് തന്നെ അറിയാം, സന്ദീപിന് തന്നെ അറിയാം. പരാതിയൊക്കെ സെറ്റിലായി പോയ വിഷയമാണ്. അത് സ്വത്ത് തർക്കവുമായി വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. ആ സ്വത്ത് തർക്കത്തിന് ഒരു ഗ്രാവിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പരാതി അല്ലാത്ത രീതിയിൽ എന്നെ ശാരീരികമായി കൈകയറ്റുകയും ചെയ്തു എന്നോ അല്ലാത്തൊരു ലൈംഗിക പീഡനം എന്ന് പറഞ്ഞൊരു വരി എഴുതി കയറ്റിയതാണ്. അത് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു, അതിന് ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു. ഇവരാരും ഞങ്ങളുമായിട്ട് സെറ്റിൽമെന്റിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ പരാതി എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചിരിക്കുന്നതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ്, അതായത് ഈ പറയുന്ന പീഡനം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീയുടെ അച്ഛൻ കൂടെയാണല്ലോ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് വെറുതെയാണ് പറയുന്നതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോൾ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലവിലെ പാർട്ടിയിലെ ഒരു നേതാവിന് നേരെ ഒരു വിഷയം വരികയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം
വന്നിരിക്കുന്ന പുതിയ അദ്ദേഹത്തിന് രണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഒന്ന്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ശത്രുത തീർക്കണം, ശത്രുതയ്ക്ക് പ്രതികാരം ചെയ്യാനും കിട്ടിയ ഒരു അവസരം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ പുതിയ പാളയത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കണം. ഈ മച്ചിപ്പശുവിനെ തൊഴുത്തുമാറ്റി കെട്ടിയാൽ ആ മച്ചിപ്പശു പ്രസവിക്കാനും പോകുന്നില്ല, പാല് തരാനും പോകുന്നില്ല എന്നുള്ള കാര്യം കുറച്ചു കാലം കഴിയുമ്പോഴേ VD സതീശന് മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹം ഇപ്പം തന്നെ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 25 ലിറ്റർ പാല് തരുന്ന ഒരു പശുവിനെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. ഇതങ്ങനെയൊന്നും അല്ല, അതൊരു മച്ചിപ്പശു ആണെന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാനൊരു ബോംബും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം ഒരു ഓലപ്പടക്കത്തിന്റെ വില പോലും ഇല്ലാത്തൊരു സാധനവും കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും VD സതീശൻ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം അദ്ദേഹം ഇനിയിപ്പോൾ ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങളുടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ CPM-നെതിരായിട്ട് ഉന്നയിക്കുവാൻ പോലും വലിയൊരു സാധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സാധനം പോലും ഇതുപോലൊരു നനഞ്ഞ പടക്കം ആയിരിക്കും എന്ന് ആൾക്കാർ പറയുന്ന തലത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിയിടാനാണ് ഈ ഒരു സംഭവം ഉപകാരപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് മറ്റൊന്നും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരി യുവരാജ്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്ന് വാർത്താ സമ്മേളനം നടത്തിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ മാന്യത കളഞ്ഞു കുളിക്കുന്നത് ആരാണ് എന്നതാണ് നമ്മൾ ഈ രാത്രി ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. എൻകൗണ്ടർ തുടരും ഇതേ അതിഥികളുമായി ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും വാർത്താ സമ്മേളനം കണ്ട് കേരളത്തിന് മുന്നിലേക്ക് ഇന്ന് എൻകൗണ്ടർ ഉയർത്തിയ ചോദ്യം രാഷ്ട്രീയ മാന്യത കളയുന്നത് ആരാണ് എന്നതാണ്. ആ ചർച്ച നമുക്ക് തുടരാം. അതിനിടയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നുണ്ട്. വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ MP-യെ SFI പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് വടകരയിൽ ഇപ്പോൾ UDF-ന്റെ മാർച്ച് നടക്കുന്നു. KK രമ MLA-യുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. MP-യെ തടഞ്ഞവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടാണ് KK രമയുടെ നേതൃത്വത്തിൽ. അവിടെ വലിയ മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ അവഗണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഷാഫി പറമ്പിൽ MP-യെ DYFI പ്രവർത്തകർ ഇന്ന് തടഞ്ഞതിൽ പോലീസ് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണോ KK രമയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പ്രതിഷേധം? വടകര പോലീസ് സ്റ്റേഷന് മുന്നിലാണല്ലോ പ്രതിഷേധക്കാരുള്ളത്. വിവരങ്ങൾ എന്തൊക്കെ? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വടകരയിൽ KK രമ MLA-യുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ MP-യെ തടഞ്ഞ് അദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറി അദ്ദേഹത്തിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ച ഈ DYFI SFI പ്രവർത്തകർക്കെതിരെ നടപടി വേണം, അവരെ അഴിഞ്ഞാടാൻ പോലീസ് അനുവദിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KK രമ MLA പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിഖിനെ ആക്രമിച്ചവർക്കെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ KK രമ ഉന്നയിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലിനെ തടഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വഴി മുടക്കിയിട്ട് അദ്ദേഹത്തിന്റെ പരിപാടികൾ മുടക്കിയിട്ട് എന്തു കാര്യമെന്ന് KPCC പ്രസിഡന്റ് അടക്കം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഞാനുള്ള പേരാമ്പ്രയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു നൈറ്റ് മാർച്ച് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട്, വോട്ടുകൊള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ നൈറ്റ് മാർച്ച് തുടങ്ങാനിരിക്കുന്നത്. അല്പസമയത്തിനകം അത് ആരംഭിക്കും. അപ്പോൾ അതിന് മുന്നോടിയായി ഇവിടെ എത്തിച്ചേരുന്ന ഷാഫി പറമ്പിലിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നമ്മൾ തേടും. എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള ഈ DYFI SFI പ്രതിഷേധങ്ങൾക്കെതിരെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനകത്ത് ഉള്ള ദൃശ്യങ്ങളാണ്. ഷാഫി പറമ്പിൽ MP-യെ DYFI പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് KK രമ വടകര MLA-യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. വടകര പോലീസ് സ്റ്റേഷനകത്ത് നേതാക്കളെത്തി പോലീസുകാരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിഖിൽ പ്രമേഷ്, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ ആ മഴയത്ത് പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട് നേതാക്കൾ എല്ലാവരും തന്നെ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിഖിൽ, പറയൂ. നിഖിൽ, ശരി, ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. KK രമ MLA ഉൾപ്പെടുന്ന പ്രതിഷേധക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വടകര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ഷാഫി പറമ്പിൽ MP-യെ DYFI-കാർ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ നേരത്തെ തടഞ്ഞത്. അതിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KK രമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിഷേധവുമായി വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. നിഖിൽ പ്രമേഷ്, ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ശ്രീ നിതിൻ കണിച്ചേരി, ഇന്ന്
വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഒരു നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ട്. CPIM എന്ത് നടപടി എടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ വൈകുന്നേരം എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു. IBയും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം എല്ലാം ഉണ്ടായിട്ടും വൈകിട്ടായാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ പോകുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചു. ആ അവതാരം എത്ര CPIM നേതാക്കളുടെ, മന്ത്രിമാരുടെ, സ്പീക്കറുടെ പേര് പറഞ്ഞു? ആർക്കെങ്കിലും എതിരെ കേസെടുത്തു? ഒരു മാനനഷ്ട കേസെങ്കിലും ആരെങ്കിലും കൊടുത്തു? എന്നിട്ട് ആ മുഖ്യമന്ത്രി എൻ്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരോപണ വിധേയരായി ഇത്രയധികം പേരെ സംരക്ഷിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല. എന്ത് മറുപടി? ഇതെല്ലാം കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതല്ലേ? ഏതാണ്ട് 4.5 വർഷത്തിന് മുമ്പ്. അല്ല, അതല്ല, രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനതാണ് പറഞ്ഞത്. എത്രയോ തവണ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പോട്ടെ, ഇനി അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് ആ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറയണമായിരുന്നു. കേരള സമൂഹത്തിന് മുമ്പിൽ ഇത് പറഞ്ഞത് ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാളോ പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോ അല്ല ഇങ്ങനൊരു വെളിപ്പെടുത്തൽ ആദ്യം കേരളത്തിന് മുമ്പിൽ നടത്തിയത്. അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ യുവ നേതാവിൽ നിന്ന് അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം പ്രവൃത്തിയെ സംബന്ധിച്ച് ഞാൻ പരാതി പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തള്ളുന്ന നിലപാടാണ് എടുത്തത്. ഈ യുവ നേതാവും അതെ, ആ യുവ നേതാവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തള്ളുന്ന നിലപാടാണ് എടുത്തത് എന്ന് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞതാരാം? ഈ പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കണ്ട് ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെയല്ലേ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്? 3.5 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് നിലപാടാണ് അദ്ദേഹം എടുത്തത്? പൊതുസമൂഹത്തോട് അത് പറയണ്ടേ? തൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരായി ഇത്തരത്തിൽ ഒരു പരാതി ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എന്ത് നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വവും എടുക്കുക എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ. എങ്ങനെയാണ് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുക? ശ്രീ റിജുൽ മാക്കുറ്റിയെ പോലെയുള്ളവർ ആലോചിക്കണ്ടേ? ഇവിടെ കേരള സമൂഹത്തിൻ്റെ മുമ്പുള്ള പ്രശ്നം എന്താ? പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ MP ആയാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയാലും ഈ പറയുന്ന ആളുകൾ ആര് തന്നെ ആയാലും ശരി, അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊയ്മുഖവുമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇവരെല്ലാം കരുതിയിട്ടുള്ളത് റീലിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ ആളാവാമെന്നാണ്. അല്ല, എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് താങ്കൾ ഒരു അല്പം മാറിപ്പോയി. രാഷ്ട്രീയ മാന്യത എന്നത് CPM-ന് കൂടി ബാധകമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അതാണ് പറയുന്നത്. അപ്പോൾ ഈ പൊയ്മുഖത്തിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഇവർ യഥാർത്ഥ മുഖമല്ല ജനം കാണുന്നത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് പ്രയോഗത്തിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന ആളുകളാണ് ഇവർ. ഇങ്ങനെയുള്ള ആളുകളെ കേരളീയ സമൂഹം ഇനിയും ചുമക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ റിജിൽ മാക്കുറ്റി ഇവിടെ പറയുന്നത് കോൺഗ്രസ് നടപടിയെടുത്തു. കോൺഗ്രസ് ഇങ്ങനെ നടപടിയെടുത്ത് കോൺഗ്രസ് കൊള്ളരുതാത്ത ഒരാളാണ് എന്ന് ഒരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ചുമക്കേണ്ട എന്ത് പാപമാനമാണ് പാലക്കാട്ടെ ജനങ്ങൾക്കുള്ളത്? പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ MLA അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്, പാലക്കാട്ടെ ജനങ്ങളുടെ മുഴുവൻ തിരഞ്ഞെടുക്കപ്പെട്ട ചുമക്കേണ്ട എന്ത് പാപമാനമാണ് ജനങ്ങൾക്കുള്ളത്? അതാണ് ഇന്നലെ തന്നെ CPM-ന്റെ സെക്രട്ടറി വളരെ കൃത്യമായി അതിന്റെ മറുപടി പറഞ്ഞല്ലോ. ഈ വിഷയം ഉണ്ടായപ്പോൾ അതിനെ നിഷേധിക്കാൻ, കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ, കോടതിയിൽ ഈ കാര്യങ്ങൾ ഞാനല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രീ മുകേഷ് MLA-ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അത് കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളീയ സമൂഹം ചോദിക്കുന്ന ചോദ്യം അതാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോ റിജിൽ മാക്കുറ്റി ഇവിടെ പറഞ്ഞു വേട്ടയാടുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ വന്നു? വയനാട്ടിലെ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് വന്നു. ഈ പെൺകുട്ടികളെ കുറിച്ചും മുതിർന്ന നേതാക്കളുടെ മക്കളുടെ ഇടത്തുണ്ടായ ഇടപെടലിനെ കുറിച്ച്, നേതാക്കളുടെ ഭാര്യമാരുണ്ടായ, ഇതെല്ലാം ആരോപണങ്ങളായി പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ കഴിയണ്ടേ, ഇത് ഞാൻ ചെയ്തതല്ല, ഇത് എന്റെ ശബ്ദമല്ല, ഞാൻ ഇങ്ങനെ പെരുമാറിയിട്ടില്ല എം മുകേഷ് MLA-ക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിനൊരു ന്യായം പറഞ്ഞിരുന്നു. എന്താണ് ആ ന്യായം എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ?
മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒരൊറ്റ നിമിഷം ഞാൻ താങ്കൾക്ക് മറുപടി പറയാൻ സമയവും അവസരവും തരാം. മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ കുറ്റാരോപിതരായ ജനപ്രതിനിധികൾ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടില്ല. കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാൻ സാധിക്കും, പക്ഷേ MLA സ്ഥാനം തിരിച്ചു നൽകാൻ സാധിക്കില്ല. ഇതാണ് MP ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അന്നേ പറഞ്ഞത് കുറ്റപത്രം നൽകുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ഒരു ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ആ ആൾ MLA സ്ഥാനത്ത് തുടരുകയും എന്നാൽ ഇതുപോലെ ഒറ്റ പരാതി പോലും ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലാത്ത, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കില്ല, താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഈ സംഭവത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷവും സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങൾ പറയുകയാണ്. അതെങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ മാന്യതയും ധാർമ്മികതയും ഒക്കെ CPIM-നും ഇല്ലേ? അത് നിങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തോ? അത് നിങ്ങൾ പാലിക്കുന്നുണ്ട്? ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. വളരെ ലളിതമാണ് കാര്യം. 1-2 പതിറ്റാണ്ട് മുമ്പുണ്ടായ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ഒരാൾ MLA-ക്കെതിരായി ഒരു പരാതി കൊടുക്കുന്നു. പോട്ടെ, ആ പരാതിയിൽ പോലീസ് FIR ഇടുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആരാണോ പരാതി കൊടുത്തത് അയാളുടെ വാദങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു പരാതി കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നു. ആ നിമിഷം തന്നെ മുൻകൂർ ജാമ്യം തേടുന്നു. അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഒരു കുറ്റാരോപിതനായ ഒരു മനുഷ്യന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് ഞാനല്ല എന്ന് പറയാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിലൊക്കെ പറയാനുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശം അദ്ദേഹം ഉപയോഗിക്കുന്നു. ഞാനല്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാനിതിൽ പ്രതി ചേർക്കപ്പെടേണ്ടയാളല്ല എന്ന് പറയുന്നു. ആ കേസ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്, നാളെ ഇത് ശരിയല്ല, ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒന്നാണ് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. അദ്ദേഹം നിഷേധിക്കുകയെങ്കിലും ചെയ്തിരിക്കുന്നു. ഞാനിവിടെ ചോദിച്ച ചോദ്യം എന്താ? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താ? അത്രയും കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴാണ് റിജിൽ മാക്കുറ്റിയെ പോലെ, VD സതീശനെ പോലെ, ഷാഫി പറമ്പലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി റിപ്പോർട്ടും അതിലെ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഒക്കെ പുറത്തു വന്ന സാഹചര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്കറിയാമല്ലോ. അന്ന് കേരള ഘടകം സ്വീകരിച്ച നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് ബൃന്ദ കാരാട്ട് എഴുതിയ ഒരു ലേഖനമുണ്ട്, സം തോട്ട്സ് ഓൺ ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആഫ്റ്റർ മാത്ത്. താങ്കൾ വായിച്ചു കാണും. CPM-ന്റെ വെബ്സൈറ്റിൽ 2024 ഓഗസ്റ്റ് 29 പ്രസിദ്ധീകരിച്ചതാണ്. വനിതകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചില അനുഭവങ്ങളുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് ആളുകൾക്കെതിരായി ഇത്തരം ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ ചില കണക്കുകളൊക്കെ എടുത്താൽ, ഞാൻ ആ കണക്കുകൾ ഇതിനു വേണ്ടി പറയുകയല്ല, 1000-ലധികം MLA-മാർക്കും MP-മാർക്കും എതിരായിട്ടൊക്കെ ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ അന്വേഷണത്തിലുണ്ട്, ചിലത് കോടതിയിലുണ്ട്, ചിലത് കീഴ്ക്കോടതികൾ ശിക്ഷിച്ച് ഉപരികോടതികളുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. കോൺഗ്രസിൻ്റെ നേതാവായി MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഈ വിഷയങ്ങൾ വന്ന് ഏതാണ്ട് 10 ദിവസത്തോളമായിട്ടും അത് നിഷേധിക്കുന്നതിന് വേണ്ടി പോലും പറ്റിയിട്ടില്ല. ഇത് ഞാനല്ല ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. സാഹചര്യത്തിലാണ് ഒറ്റ കാര്യം, ഇതിനു മുമ്പ് ഈ വിഷയം മുന്നോട്ട് വന്നു. ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ ഈ വാർത്തകൾ ഇങ്ങനെ ആളാരാണ് എന്ന് പറയാതെ പുറത്തു വന്നു. എന്തായിരുന്നു ഇവരുടെ മറുപടി? ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മറുപടി എന്തായിരുന്നു? ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് കേരള സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും അപമാനിക്കുന്ന നിലയിൽ നിങ്ങൾ പറയുന്നതിനെയെല്ലാം ആര് വിലക്കെടുക്കുന്നു എന്ന ദാർഢ്യം നിറഞ്ഞ സമീപനമല്ലേ ഇവർ സ്വീകരിച്ചത്? ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റിജിൽ മാക്കുറ്റി. ഏതായാലും കോൺഗ്രസിന് വരുത്താവുന്ന പരമാവധി അപമാനവും നാണക്കേടുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തൽ സംഭവത്തോടുകൂടി ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷെ അതിന് ഒരു പടി കൂടി കൊണ്ടുപോകുന്ന ഒന്നായി മാറുമോ ഈ കേരളം ഞെട്ടുന്ന വാർത്തയും ഈ BJP സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് കാളയെ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കും എന്നുമൊക്കെയുള്ള VD സതീശന്റെ മുന്നറിയിപ്പും താക്കീതുമൊക്കെ?
ശ്രീ ഗോപി, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത്തരം വിഷയത്തിനകത്ത് ഞങ്ങൾ എടുത്ത നിലപാട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഞങ്ങൾ ജനങ്ങളെ ബഹുമാനിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഒരു അംഗത്തിന് മാത്രമാണ് ഇത്തരം സംഭവം ഉണ്ടായത്. ഇവിടെ ആർക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവരൊക്കെ എടുത്ത നിലപാടുകൾ എന്താണെന്ന് ഈ നാടിൻ്റെ മുമ്പിലുണ്ട്. ഈ പറയുന്ന നമ്മുടെ CPM പ്രതിനിധി തന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണല്ലോ, പാലക്കാടാണല്ലോ, PK ശശിക്കെതിരായി, അതും അദ്ദേഹം DYFI നേതാവായിരിക്കുമ്പോഴാണല്ലോ ഒരു DYFIക്കാർക്ക് ഒരു പെൺകുട്ടിക്കെതിരായി നടന്ന അക്രമം. അന്ന് ഈ പറയുന്ന ആളെ പ്രതികരണം വന്നിട്ടുണ്ടോ? അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ഞങ്ങൾ തീവ്രത അളക്കുന്ന മെഷീൻ വെച്ച് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. അന്തസ്സോടുകൂടി ആ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ട. പിന്നൊരു കാര്യം, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അയാളുടെ വാട്സപ്പ് വോയിസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? എന്താ സംസാരിച്ചത്? രാമായണം വായിച്ചു കൊടുക്കലായിരുന്നോ? അല്ലല്ലോ, നമ്മൾ കേട്ടതല്ലേ. അതിപ്പോൾ കറങ്ങി നടക്കുന്നത് മന്ത്രിയല്ലേ, എന്നിട്ട് മാറ്റി നിർത്തിയോ? കൂടെ നടത്തിയില്ലേ? ഇപ്പോൾ MLA അല്ലേ? എന്താ നിലപാട്? നിങ്ങളുടെ നിലപാടെന്താ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ രൂപത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം നിങ്ങൾ ആ കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ്. പല വിഷയങ്ങളുണ്ട്. വരാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ മസാല കഥകൾ മാത്രമൊന്നുമല്ല, ഈ സർക്കാരുമായി ബന്ധപ്പെട്ടും BJPയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ പുറത്തു വരും. നിങ്ങൾക്കത് ധൃതി, അത് ഞങ്ങൾ കൊണ്ടുവരുന്നൊന്നുമല്ല. ആ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവാണ്. അതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ എന്തേ പൊട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പൊട്ടാനിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് വന്ന ആരും ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സഹോദരി കൊടുത്ത പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നീതി കിട്ടാത്തപ്പോഴാണ് അവർ പരാതി കൊടുത്തത്. അന്വേഷിച്ചില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട ഏത് രൂപത്തിലേക്ക് പോയി എന്നതിനെക്കുറിച്ച് പരിശോധിക്കണ്ടേ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ പരാതി പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അത് മാത്രമല്ല വേറെ ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊക്കെ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്ന കാലഘട്ടത്തിൽ പോയ പരാതിയല്ലേ? നിങ്ങളുടെ ഉമ്മൻചാണ്ടി പോലീസ് അന്വേഷിച്ചില്ലായിരുന്നോ? അതിനുശേഷം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചില്ലേ? നിങ്ങളുടെ ഉമ്മൻചാണ്ടി പോലീസ് 2 വർഷം അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നോ? ആ കാലഘട്ടത്തിൽ ഇട്ട FIR അല്ലേ? അതിനകത്ത് പോലും പോലീസ് അന്വേഷിച്ചിട്ട് പറയുന്ന ലൈംഗിക പീഡനം എന്ന് പറയുന്ന ഒരു സാധനം ഇടാൻ വേണ്ടി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ FIR-ൽ ആ വകുപ്പിടാതെ വിട്ടത്? അല്ലല്ല, ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ പരാതി അവർ ആ പരാതി അട്ടിമറിക്കുന്നതിന് വേണ്ടി അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പോലീസ് അല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR ആണെന്നേ. അതിനകത്ത് ഇട്ട കേസിനകത്ത് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ വെറുതെയാണ് ഇവിടെ ഇരുന്നതാണ് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത്. ആ സന്ദീപ് വാര്യർക്ക് വിവരമില്ലാത്തതുകൊണ്ട് വിളിച്ചു പോയി കിടക്കുന്നതാണ്. നിങ്ങളെല്ലാം കൂടെ അതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തോടെ വിവരമില്ലാത്തവരായിട്ട് മാറും. അത്രേ ഉള്ളൂ. നോക്കൂ, ഈ നാറിയവനെ ചുമന്ന കൂട്ടത്തോടെ നാറെന്ന് പറയുമല്ലോ, അതാണ് ഇപ്പൊ കോൺഗ്രസിന് സംഭവിച്ചുള്ളത്. ഇന്നത്തെ ദിവസം കോൺഗ്രസ് രാഷ്ട്രീയ മാന്യത അളവുകോലാക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിന് മേനി പറയാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കളോ ആരൊക്കെയാണ് എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. അവരുടെ തീരുമാനത്തിന് അത് വിട്ടുകൊടുക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.